ഇനി നമുക്ക് ഈ ഭാഗവത ധ്യാനത്തിലൂടെ നമ്മുടെ 4-ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളെ കുറിച്ചിട്ടാണ് വിശദീകരിക്കേണ്ടതായിട്ട് വരുന്നത്. 4-ാമത്തെ ദിവസത്തിലെ യോഗഭൂമിക എന്ന് പറയുന്നത് സത്വാപത്തിയാണ്. സത്വഗുണം കൊണ്ട് മനസ്സ് പരിപൂർണമാകുന്ന സ്ഥിതിവിശേഷമാണ് സത്വാപത്തി. സപ്തയോഗ ഭൂമികകളെ വിശദീകരിക്കുന്ന സന്ദർഭത്തെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഈ 4-ാമത്തെ ദിവസത്തിലെ കഥകളിൽ അവസാനമായിട്ട് സംഭവിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്നെ അവതാരചരിതമാണ്. ഈ 4-ാമത്തെ ദിവസത്തിലെ കഥകൾ ഒത്തിരി അവതാരങ്ങളെക്കുറിച്ച്, അവതാരങ്ങളുടെ ആവിർഭാവത്തിന് അവലംബമായിട്ടുണ്ടായ ചരിത്ര പശ്ചാത്തലങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നൊരു കഥാഭാഗങ്ങൾ കൂടിയാണ് 4-ാമത്തെ ദിവസത്തിലെ കഥകളിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇവിടെ ആദ്യം തന്നെ ഗജേന്ദ്രമോക്ഷമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഗജേന്ദ്രമോക്ഷം ത്തിന് ഭഗവാൻ ഹരി എന്നുള്ള സ്വരൂപത്തിൽ അവിടെ അവതരിക്കുന്നുണ്ട്. പിന്നീട് പാലാഴി മഥനം കഥയാണ് വരുന്നത്. അവിടെ ഭഗവാന്റെ ഒത്തിരി 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 അവതാരങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവിടെ കൂർമാവതാരം, അതുപോലെ ധന്വന്തിരി ഭഗവാൻ, പിന്നീട് ഇവിടെ വാമനാവതാര ചരിതം, അതുപോലെ തന്നെ മത്സ്യാവതാര ചരിതം, അതുപോലെ തന്നെ ശ്രീരാമാവതാര ചരിതം, പരശുരാമ അവതാരം, അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരവുമാണ് 4-ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളിൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ 8ഉം 9ഉം 10-ാമത്തെ സ്കന്ധത്തിൽ കുറച്ച് 8-9 അധ്യായങ്ങൾ കൂടി വരെയുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഈ 4-ാമത്തെ ദിവസത്തിലെ കഥകളിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. ആയതുകൊണ്ട് നമുക്ക് ആയതിൻ്റെ പരമാർത്ഥം ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് നമ്മളാൽ ആവുന്ന വിധത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിശ്രമം ചെയ്തു നോക്കാം. ഇവിടെ സ്വയംഭുവ മന്വന്തരം വർണ്ണിച്ച് കേട്ടതായിരിക്കുന്ന ശ്രീ പരീക്ഷിത്ത് ബാക്കിയുള്ള മന്വന്തരങ്ങളെയും വർണ്ണിച്ച് കേൾക്കണമെന്ന്, വിശദമായിട്ട് തന്നെ കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ ശുഖബ്രഹ്മർഷി മന്വന്തര വർണ്ണനയെ 8-ാമത്തെ സ്കന്ധത്തിൽ വീണ്ടും അത് പറയുന്നത്. സ്വയംഭൂമനു അതിവിശേഷമായൊരു സ്തോത്രത്താൽ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചതിന് ശേഷം ധർമ്മം പരിപാലിക്കുവാൻ വേണ്ടിയിട്ട് മനുവെ സഹായിക്കുന്നുണ്ട്. അവിടെ ധർമ്മം പരിപാലനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ യജ്ഞ എന്നുള്ള സ്വരൂപത്തിലാണ് അവതരിക്കുന്നത്. എന്നിട്ടാണ് മനുവെ സഹായിക്കുന്നത്. പിന്നെ സ്വയംഭൂമനുവിന് ശേഷം സ്വാരോജിഷൻ, ഉത്തമൻ, താമസൻ എന്ന 3 മനുക്കളുടെ കാലം കൂടി നമ്മുടെ ഈ 8-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോ അവിടെ ഈ താമസ മന്വന്തരത്തിൽ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ച് ഒരാനയെ രക്ഷിക്കുകയുണ്ടായി എന്ന് സാന്ദർഭികമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോഴാണ് ഗജേന്ദ്രമോക്ഷം കഥയെ വിശദമായിട്ട് കേൾക്കണമെന്നുള്ള ആവശ്യത്തെ നമ്മുടെ ശ്രീ പരീക്ഷിത്ത് മഹാരാജാവ് ഉന്നയിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ശുഖബ്രഹ്മർഷി
ആ ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന കഥയെ 4 അധ്യായങ്ങളിലൂടെ, അതായത് 2, 3, 4 അധ്യായങ്ങളിലാണ് പ്രധാനമായിട്ട് അതിന്റെ സംഭവം വരുന്നത്. അപ്പൊ 3 അധ്യായങ്ങളിലൂടെയാണ് വാസ്തവത്തിൽ ഗജേന്ദ്രമോക്ഷം കഥയുടെ അപൂർണമായിരിക്കുന്ന ഒരു ഭാഗത്തിന്റെ വിശദീകരണം വരുന്നത്. നമുക്ക് ആ ഗജേന്ദ്രമോക്ഷം കഥയിലേക്ക് പ്രവേശിക്കാം. ത്രികൂടപർവ്വതത്തില് വരുണന്റെ വകയായിട്ട് വിശേഷപ്പെട്ട ഒരു ഉദ്യാനം ഉണ്ടായിരുന്നു. ആ ഉദ്യാനം വൃക്ഷങ്ങളെ കൊണ്ടും ചെടികളെ കൊണ്ടും അതുപോലെ തന്നെ ശുദ്ധജലമുള്ള പൊയ്കകളെ കൊണ്ടും മനോഹരമായ ആ വലിയ കാട്ടിലെ പർവ്വതത്തില് വലിയ ഒരു കൊമ്പനാന താമസിച്ചിരുന്നു. ഒത്തിരി ജീവികള് ജന്തുക്കള് സ്വൈരവിഹാരം നടത്തിയിരുന്ന ഒരു വനമാണ് ആ ത്രികൂട പർവ്വതം. പക്ഷെ അവിടെ വിശേഷമായിട്ടൊരു വലിയ ആനയുണ്ടായിരുന്നു എന്ന് നമ്മളോട് അറിയിപ്പിക്കുകയാണ്. അപ്പൊ ആ ആന അനേകം ആനക്കൂട്ടങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന വലിയ ഒരു ഗജരാജ ശക്തി തന്നെയായിരുന്നു. അവിടെ ആനയേക്കാൾ ശൗര്യവീര പരാക്രമങ്ങൾ കൂടിയ സിംഹം, ശരഭം മുതലായ വലിയ ജീവികൾ കൂടി, ജന്തുക്കൾ കൂടി എന്താണ് നമ്മളിവിടെ കഥ പറയാൻ പോകുന്ന ഗജേന്ദ്രന്റെ ആ വാസന, ഗന്ധം, മണം, സ്മെല്ല് അത് കേൾക്കുന്ന മാത്രയിൽ എന്താണ് അവരെല്ലാം ഓടി ഒളിക്കുന്ന പറയുന്നത്. സിംഹങ്ങൾക്കും അതുപോലെ തന്നെ ശരഭങ്ങൾക്കൊക്കെ. കാരണം ഇവരെല്ലാം ആനയെ ആക്രമിച്ച് തോൽപ്പിക്കുന്നവരാണ്, വിജയം വരിക്കുന്നവരാണ് ഈ സിംഹം, ശരഭം മുതലായിരിക്കുന്ന ജന്തുക്കളെല്ലാം. അപ്പൊ അങ്ങനെയുള്ള ജന്തുക്കൾ കൂടി നമ്മുടെ ഈ ഗജേന്ദ്രന്റെ ഗന്ധം കേൾക്കുന്ന മാത്രയിൽ എന്താണ് സ്ഥലം വിടും, അവര് ഓടി ഒളിച്ച് പോകും. അങ്ങനെ തന്റെ സംഘങ്ങളോട് കൂടിയിട്ട് നമ്മുടെ ഗജേന്ദ്രനും ആ പരിവാരങ്ങളും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ ആ പർവ്വതം തന്നെ കുലുങ്ങുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. ആ താഴ്വാരയിൽ കൂടി ഇങ്ങനെ മന്ദം മന്ദം ആ ഗജരാജ നടനം ഇങ്ങനെ പോകുമ്പോൾ പർവ്വതം തന്നെ ഒന്ന് കുലുങ്ങുന്നുണ്ടോ, വിറയ്ക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. അപ്പോ അങ്ങനെ ആ ഗജരാജൻ എന്താ ഒന്നിനെയും ഭയപ്പെടാതെ യഥേഷ്ടം ആ കാട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും എന്ത് സംഭവിച്ചു, ഒരു സമയത്ത് ഭയങ്കരമായ ഒരു വേനലുണ്ടാവുകയുണ്ടായി. ആ കാടെല്ലാം ഉണങ്ങി, കാടെല്ലാം ഉണങ്ങിയതിന്റെ അടിസ്ഥാനത്തിലോ അവിടുത്തെ ജലാശയങ്ങളെല്ലാം വറ്റി. അങ്ങനെ അവിടെ ആനകൾക്കും അതുപോലെ സംഘങ്ങൾക്കും തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാതെ അവര് വളരെയധികം വിഷമിക്കുകയുണ്ടായി. അങ്ങനെ വെള്ളം അന്വേഷിച്ച് ആന സംഘങ്ങളോടും കൂടിയിട്ട് പുറപ്പെട്ടു. ആ കാട്ടിലുണ്ടായിരുന്ന വിശേഷമായ താമരപ്പൊയ്കയിൽ തട്ടിവരുന്ന തണുത്ത കാറ്റ് ഗജേന്ദ്രനെ ആകർഷിക്കാണ്ടായി.
താമരപ്പൂവിന്റെ ഗന്ധത്തോടുകൂടി വരുന്ന തണുത്ത കാറ്റിനെ മണത്തറിഞ്ഞ ആ ആനശ്രേഷ്ഠൻ തന്റെ സംഘങ്ങളോടും കൂടിയിട്ട് ആ താമരപ്പൊയ്കയിൽ ചെന്നിറങ്ങി. എല്ലാം പറ്റി വരണ്ട് ഉണങ്ങി നിന്ന ആ സാഹചര്യത്തിലും ആ ത്രികൂട പർവ്വതത്തിന്റെ താഴ്വാരയിൽ ഒരു പൊയ്ക മാത്രം വറ്റാതെ ഉണ്ടായിരുന്നു, നല്ല ജലാശയത്തോടുകൂടി എന്നാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്. അങ്ങനെ ആനയും സംഘങ്ങളും ആ താമരപ്പൊയ്കയിൽ ചെന്ന് ഇറങ്ങി. അമൃതനേക്കാൾ സ്വാദുള്ള തണുത്ത ജലം അവർ ധാരാളം കുടിച്ചു. മേലൊക്കെ തുമ്പിക്കൈ കൊണ്ട് മുക്കി ഒഴിക്കുകയും ചെയ്തു. എന്നിട്ട് ജലക്രീഡയിൽ ഏർപ്പെടുകയും ചെയ്യുകയുണ്ടായി. ദാഹവും ക്ഷീണവും ശമിച്ചിട്ടും ആനക്കൂട്ടങ്ങൾക്ക് ആ പൊയ്കയിൽ നിന്നും മുകളിലേക്ക് കയറി വരുവാനായിട്ട് തോന്നിയില്ല. താപത്രയത്തിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് ഗൃഹസ്ഥാശ്രമമാകുന്ന തടാകത്തിൽ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് വിഷയങ്ങളെ അനുഭവിച്ച് കാലം കഴിക്കുന്നൊരു ഗൃഹസ്ഥാശ്രമികളെ പോലെ ആ ആനയും ജലത്തിൽ ക്രീഡിച്ചു എന്നാണ് പറയുന്നത്. അല്ലെ, ഗൃഹസ്ഥാശ്രമികൾ അവരിപ്പോ ജന്മവാർഷികം, അതുപോലെ വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. ഓരോ വാർഷികം വരുമ്പോഴും മോക്ഷത്തിന് വേണ്ടി തങ്ങൾ എന്ത് ചെയ്തു എന്ന് വിചാരം ചെയ്യുവാനുള്ളൊരു ശുഭമുഹൂർത്തത്തെ നഷ്ടപ്പെടുത്തുകയാണോ അതോ അതിനെ സഫലമാക്കുകയാണോ ചെയ്യുന്നതെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ എന്നതുപോലെ അതൊന്നും ചിന്തിക്കാതെ അവര് അലൗകികതയിൽ അത് തന്നെ അലൗകികമായ സുഖം, അല്ലെ, ഇതിനേക്കാൾ വലിയ സുഖം സ്വർഗത്തിലുമില്ല. അല്ലെ, ഇപ്പോ ഇവിടുത്തെ വിഷയസുഖങ്ങള് ഇഷ്ടം പോലെ ലഭിച്ച് ജീവിച്ച് ആരോഗ്യവും അതുപോലെ സമ്പത്തും സമൃദ്ധിയും സ്ഥാനമാനങ്ങളും ഇതോടുകൂടിയൊക്കെ അങ്ങനെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ വിചാരം എന്താണ്? ഇതിനപ്പുറം ഒരു സ്വർഗമോ ഒന്നുമില്ല എന്നുള്ള ധാരണയോടുകൂടി അവർ കാലം കഴിക്കുന്നത് പലരും. അങ്ങനെ അവരവരുടെ ആയുസ് നഷ്ടമാകുന്നത് അറിയുന്നില്ല. അറിയാത്തത് കൊണ്ട് തന്നെ പരമപുരുഷാർത്ഥത്തിനു വേണ്ടി, മോക്ഷത്തിനു വേണ്ടി അവർ കൂടുതലൊന്നും പരിശ്രമം ചെയ്യുകയുമില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആ ഗൃഹസ്ഥരുടെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുമാറാണ്. കാട് മൊത്തം വറ്റി വരണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഏതോ ജന്മാന്തര സുഹൃതം കൊണ്ടാണോ ദുഷ്കൃതം കൊണ്ടാണോ എന്തോ ഒന്നുകൊണ്ട് കഥ മുഴുവൻ കഴിയുമ്പോൾ നമുക്കത് പുണ്യം കൊണ്ടാണെന്ന് വിലയിരുത്താം, മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിവിടെ ഗജേന്ദ്രന്റെ മോക്ഷം ലഭിക്കാൻ പോവുകയാണ്. അപ്പൊ ചുറ്റുപാടുമൊക്കെ നാശനഷ്ടങ്ങളും മരണങ്ങളും തകർച്ചകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് തങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടൊരു തടാകം കണ്ടെത്താൻ സാധിച്ചത്. അപ്പോ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും ദോഷങ്ങളും അതൊന്നും അവർ ശ്രദ്ധിക്കാതെ ആ പൊയ്കയിൽ നിന്നും കയറാതെ ഇത് തന്നെയാണ് സന്തോഷം, ഇത് തന്നെയാണ് സ്വർഗത്തിനും ഉപരിയായിരിക്കുന്ന സുഖം എന്നുള്ള രീതിയിൽ അവരവിടെ ജലക്രീഡയെല്ലാം ചെയ്തിങ്ങനെ സമയം കളയുകയാണ്. അപ്പോഴാണ് ഇത് സംഭവിച്ചു. അപ്പോഴാണ് ആ തടാകത്തിലുണ്ടായിരുന്നൊരു കൂറ്റൻ മുതല പെട്ടെന്ന് ഗജേന്ദ്രന്റെ കാലിൽ വന്നങ്ങ് കെട്ടിച്ച്. അപ്പോ സർവശക്തിയും ഉപയോഗിച്ച് ആന കടി വിടിവിക്കുവാൻ ശ്രമിച്ചു നോക്കി. ആനയുടെ ശക്തിയെയും കഴിവിനെയും കുറിച്ച് നമ്മൾ തുടക്കത്തിൽ
സിംഹങ്ങളും ശരഭങ്ങളും പോലും ഭയക്കുന്ന ആന. ആനയേക്കാൾ ശക്തിയായിട്ട് വാസ്തവത്തിൽ ആ പർവ്വതത്തിൽ മറ്റൊന്നുമില്ല. പർവ്വതത്തിൽ നിന്നല്ല, ലോകത്തും ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ശക്തനായിരുന്നു ആ ഗജേന്ദ്രൻ. പക്ഷേ ആ ജലത്തിൽ വെച്ചിട്ടുള്ള മുതലയുടെ കടി വെടിയിപ്പിക്കാൻ വേണ്ടി ഗജേന്ദ്രൻ തന്റെ സർവശക്തിയും ഉപയോഗിച്ചിട്ട് പരിശ്രമം ചെയ്തു നോക്കുന്നുണ്ട്, പറ്റുന്നില്ല. അപ്പൊ കൂട്ടുകാരായ ആനകളെല്ലാം കൂടിയിട്ട് ഗജേന്ദ്രനെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് വളരെ കഠിന പരിശ്രമം ചെയ്തു. യാതൊരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോഴോ തങ്ങളുടെ നേതാവിനെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് കണ്ടപ്പോ അവരെല്ലാവരും എന്താണ്, അവരുടെ വഴി നോക്കിയിട്ട് അങ്ങോട്ട് ആ ഗജേന്ദ്രനെ ആ തടാകത്തിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. രക്ഷിക്കാൻ നിൽക്കാനൊന്നും അവര് തയ്യാറായില്ല, നേതാവായിട്ട് കൂടി. അപ്പൊ ഇവിടെ ഗാർഹസ്ഥ്യ സരസില് കളിക്കുന്ന ജീവനെ പ്രാരബ്ധമാകുന്ന മുതല രോഗാതിരൂപേണ ബാധിക്കുമ്പോൾ മക്കളോ ബന്ധുക്കളോ സ്നേഹിതന്മാരോ വൈദ്യന്മാരോ വിചാരിച്ചാൽ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു പരമാർത്ഥം ഈ സന്ദർഭത്തിലൂടെ വ്യക്തമായിട്ട് ബോധിക്കണം എന്നാണ് ഇവിടെ നമുക്ക് പൂർവികന്മാരെ അറിയിപ്പിച്ചു തരുന്നത്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വാസ്തവത്തിൽ എന്താണ് രക്ഷ? ആപത്തിൽ കിം കരണീയം, ആപതി സ്മരണീയം. അല്ലേ? ആപത്തിൽ എന്തിനെയാണ് സ്മരിക്കേണ്ടത്? ഈശ്വര ചിന്ത. ഈശ്വരൻ മാത്രമാണ് ആർക്കും ഏത് കാലത്തും ഏകരക്ഷ എന്നുള്ളൊരു പരമാർത്ഥം ഈ ഗജേന്ദ്രന്റെ ഈ സന്ദർഭത്തിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് ബോധിക്കാവുന്നതാണ്. ആനയും മുതലയും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ട് 1000 കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി എന്നവർ. മുതല കടി വിടുന്നില്ല, ആനയോ രക്ഷപ്പെടുവാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നുമില്ല. അങ്ങനെ കാലം അനവധി കഴിഞ്ഞു എന്നാണ് പറയണത്. ആനയുടെ രക്തം കുടിച്ച മുതലയ്ക്കോ ശക്തി കൂടി കൂടി വരാൻ തുടങ്ങി. ആനയ്ക്ക് ചെറിയ രീതിയിൽ ക്ഷീണം തട്ടുവാനും ആരംഭിച്ചു. അപ്പോ ഗജേന്ദ്രന് ഒരാലോചന വന്നു. സിംഹങ്ങളെ കൂടി ഭയപ്പെടുത്തി സഞ്ചരിച്ചിരുന്ന തന്നെ വെറും ഒരു മുതല അടിമപ്പെടുത്തുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് ഇത് വെറും ഒരു മുതലയല്ല. എന്റെ പ്രാരബ്ധകർമ്മം മുതലയുടെ രൂപത്തിൽ കാണുന്നതാണ്. പ്രാരബ്ധകർമ്മത്തെ നശിപ്പിക്കുക ആർക്കും സാധ്യമല്ല. സാക്ഷാൽ ജഗദീശ്വരന് മാത്രമേ സാധിക്കൂ. ഞാൻ ആ ജഗദീശ്വരനെ ശരണം പ്രാപിക്കുന്നു. അദ്ദേഹം എന്നെ എല്ലാ പ്രകാരത്തിലും രക്ഷിക്കും. ഇങ്ങനെ ഗജേന്ദ്രന് ഭഗവത് ഉപാസനയുടെ എന്നുവെച്ചാൽ പൂർവ്വജന്മത്തിൽ ചെയ്ത ഭഗവത് ഉപാസനയുടെ മഹിമ കൊണ്ടൊരു സദ്ബുദ്ധി ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ ആ പൂർവ്വജന്മത്തിൽ അദ്ദേഹം ജപിച്ചിരുന്നതായിരിക്കുന്ന ഒരു സ്തോത്രരത്നം ആ ഗജേന്ദ്രനെ ആ സാഹചര്യത്തിലെ ഓർമ്മ വരികയുണ്ടായി. തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂ പൊട്ടിച്ചെടുത്ത് സ്തോത്രം ജപിച്ചുകൊണ്ട് ആ ഭക്തോത്തമൻ പുഷ്പാഞ്ജലി ആരംഭിച്ചു. നോക്കൂ, പൂർവ്വജന്മത്തിലെ ബന്ധുക്കളോ പണമോ പദവിയോ ഇവിടെ ഗജേന്ദ്രന് രക്ഷയായില്ല. പൂർവ്വജന്മത്തിൽ ജപിച്ചിരുന്ന ഭഗവത് സ്തോത്രമാണ് ആപത്തിൽ പെട്ടപ്പോ ഇവിടെ ഈ ഗജേന്ദ്രനെ രക്ഷിക്കാനെത്തിയതെന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്വൈത വേദാന്ത തലത്തില് ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ എന്ന ആത്മീയ രഹസ്യം, ആത്മീയ തത്വം, ആത്മീയ ബോധം ഗുരീശ്വര സ്വാത്മകൃപ കൊണ്ട് ബോധിച്ചിട്ടും ഈ സമൂഹത്തിൽ ധർമ്മം അനുശാസിക്കുന്ന രീതിയിൽ ധർമ്മകർമ്മങ്ങളും ആചരിച്ച് ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ ഈശ്വരൻ സർവവ്യാപിയായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപിയായിരിക്കുന്ന
നാമരൂപങ്ങൾക്ക് അതീതമായിട്ടിരിക്കുന്നതും എന്നാൽ നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നതും ആ നാമരൂപങ്ങളിലും അടങ്ങിയിരിക്കുന്ന ചൈതന്യവുമായിരിക്കുന്ന ആ സർവേശ്വരനെ ആശ്രയിക്കുകയല്ലാതെ ഈ ലോകത്തിലെ ശാന്തിക്ക് സമാധാനത്തിന് ഒരു ലക്ഷ്യമില്ല എന്ന് ഇവിടെ നമ്മളോട് ശ്രീ വേദവ്യാസ മഹർഷി അറിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താമരപ്പൂ ആരാധിച്ചുകൊണ്ട് ഭക്തോത്തമനായ ഗജേന്ദ്രന്റെ സ്തുതിയാണ് 8ാമത്തെ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിൽ. സ്തുതി മനസ്സിനും വാക്കിനും അഗോചരമായ സാക്ഷാൽ നിർഗുണ ബ്രഹ്മത്തെ കുറിച്ചിട്ടുള്ളതാണ് എന്നൊരു പ്രത്യേകതയാണ് ആ സ്തുതി. എന്താ ഗജേന്ദ്രൻ പറയുന്നത്? ഈ പ്രപഞ്ചകോടികളുടെ മുഴുവനും കാര്യകാരണ സ്വരൂപമായ പരമാത്മാവിനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രളയകാലത്തിൽ എല്ലാം നശിച്ച് ഭയങ്കരമായി ഇരുട്ട് ബാധിച്ചാലുമായി ഇരുട്ടിന്റെയും അപ്പുറത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പരമമായ ജ്യോതിസിനെ ഞാൻ നമസ്കരിക്കുന്നു. ജ്യോതിസിനും ജ്യോതിസ്, സൂര്യന്റെയും തേജസ്, ചന്ദ്രന്റെയും തേജസ്, നവഗ്രഹങ്ങളുടെയും തേജസ്, സർവദൃശ്യാദൃശ്യ വസ്തു ഘടകങ്ങളുടെയും പരമമായിരിക്കുന്ന തേജസ്, അങ്ങനെയുള്ള ആ പരമ തേജസ്സിനെ, ജ്യോതിസിനെ നമസ്കരിക്കുന്നു. അതാണ് ഗജേന്ദ്രൻ പറയുന്നത്. പിന്നെന്താണ്? പിന്നെ പറയുന്നു, യാതൊരു ജഗദീശ്വരനെ ദേവന്മാർക്കും ഋഷികൾക്കും ശരിയായി അറിയുവാൻ സാധിക്കുന്നില്ലയോ? അത്ഭുത ലീലകളോടുകൂടി ആ ജഗദീശ്വരനെ ഒരു കാട്ടു ജന്തുവായി ഞാൻ എങ്ങനെയാണ് സ്തുതിക്കുക? ജന്മമോ കർമ്മമോ ഇല്ലാത്തവനാണെങ്കിലും സൃഷ്ടി സംഹാരങ്ങൾക്കായി ജന്മകർമ്മങ്ങളെ സ്വീകരിക്കുന്ന ജഗദീശ്വരനെ മഹർഷിമാർക്ക് കൂടി അറിയുവാൻ കഴിയുന്നില്ല. എന്നിട്ടാണ് ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അത് ശരിയുമാണ് തെറ്റുമാണ്. ഇവിടെ അത് ശരിയോ തെറ്റോ എന്ന് പറയുവാനല്ല, ഇവിടെ ഗജേന്ദ്ര സ്തുതിയിൽ നിന്നുകൊണ്ടുള്ളൊരു വിശകലനമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഹർഷിമാർക്ക് കൂടി അറിയുവാൻ കഴിയുന്നില്ല ഈശ്വരതത്വം എന്ന് പറയാം. കാരണം ലൗകികരായ അലൗകികരായാലും ഭൂലോകവാസികൾ, ഏത് ലോകവാസികളും പ്രത്യേകിച്ച് ഈശ്വര മഹിമയെ അറിയുന്നത് ഋഷീശ്വരന്മാരുടെ അനുഭവങ്ങളിൽ നിന്നുമാണ്. അങ്ങനെയുള്ള ഋഷീശ്വരന്മാർക്കുകൂടി സർവവ്യാപ്തിയായിരിക്കുന്ന സച്ചിദാനന്ദ പരമ്പൊരുളിന്റെ മഹിമയെ അറിയുവാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാ എന്നെ പോലെ ഒരു കാട്ടു ജന്തു അറിയാമെന്നാണ് ഗജേന്ദ്രൻ സംശയം ഉന്നയിക്കുന്നത്. അപ്പോ എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്ന ആ സർവേശ്വരീയമായ ചൈതന്യത്തെ, ശക്തിയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. എന്നെ രക്ഷിക്കണമേ. ദേഹഗേഹാദികളിൽ ആസക്തന്മാർക്ക് യാതൊരു പ്രാപിക്കാൻ സാധിക്കുകയില്ല. എങ്കിലും സേവിക്കുന്നവർക്ക് ധർമാർത്ഥ കാമമോക്ഷങ്ങളെയും കൊടുത്ത് അനുഗ്രഹിക്കുന്ന പരമകാരുണികൻ എന്നെ അനുഗ്രഹിക്കണം. ലൗകികങ്ങളായിരിക്കുന്ന വിഷയപദാർത്ഥങ്ങള് രമിച്ച് അതിനെ ആർജിച്ച് അതിൽ മാത്രം രമിച്ച് മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് ഈശ്വരപ്രാപ്തി അസാധ്യമാണ്. എങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിലും അതിനെ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരാണെങ്കിലും ആരാണോ ആത്മാർത്ഥമായിട്ട് ഈശ്വരീയമായ ശക്തിയെ ആശ്രയിക്കുന്നത്, ഉപാസിക്കുന്നത്, സേവിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ധർമ്മം, അർത്ഥം, കാമം മാത്രമല്ല മോക്ഷം, പരംപുരുഷാർത്ഥമായിരിക്കുന്ന ആ മോഹക്ഷയവും ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിക്കും. അങ്ങനെയുള്ള ആ ഭഗവാനെ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. വികൃതമായി ആനയുടെ ശരീരത്തിൽ ഞാൻ കുറെ കാലം കൂടി ജീവിക്കുവാൻ ഇനിയും മോഹിക്കുന്നില്ല. അജ്ഞാനത്തിൽ നിന്നുള്ള മോചനം തന്ന് എന്നെ അനുഗ്രഹിക്കണം. ഇപ്രകാരം
സ്തുതിച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്ന ഗജേന്ദ്രനെ താമരപ്പൂ പൊട്ടിക്കാനോ സ്തോത്രം ജപിക്കുവാനോ ശക്തിയില്ലാതെ അത്രയും തളർന്നു, അത്രയ്ക്കും ക്ഷീണിച്ചു. തുമ്പിയുടെ അഗ്രഭാഗം ഒഴികെ ബാക്കിയെല്ലാം മുതല വെള്ളത്തിലേക്ക് താഴ്ത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം അവസാനമായി ക്ഷീണിച്ച തുമ്പിക്കൈയിനാൽ ഒരു താമരപ്പൂ പറിച്ചെടുത്ത് നാരായണ അഖിലഗുരു ഭഗവാനെ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് ഭഗവാനെ അർപ്പിക്കുന്നു എന്ന ഭാവത്തോടുകൂടി താമരപ്പൂ പൊക്കിപ്പിടിച്ചു. ഭഗവാനെ ആശ്രയിക്കാൻ ശ്രമിച്ച് പരിപൂർണമായിട്ട് അനന്യാ ചിന്തയന്തോ മാം യേ ജനാപരിവാസതേ യേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിലൂടെ നമ്മെ അറിയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ മറ്റ് യാതൊരു ചിന്തകളും കൂടാതെ ഈശ്വര സ്മൃതിയിലേക്ക് പോയപ്പോഴോ ആനയുടെ ഉള്ള ശക്തി പോലും വാസ്തവത്തിൽ ഭൗതികമായി നഷ്ടപ്പെടുക ചെയ്തു. ആ സമയത്തെ മുതലെടുത്തിട്ടാണ് മുതല ആനയെ അങ്ങോട്ട് പിടിച്ച് വലിച്ച് ആ തുമ്പിയുടെ അഗ്രഭാഗം മാത്രം മുമ്പില് വരത്തക്ക രീതിയിൽ അങ്ങനെ. അപ്പോഴാണ് ചെറിയൊരു താമരപ്പൂവും പൊട്ടിച്ചെടുത്തിട്ട് നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നും പറഞ്ഞിട്ട് ആ താമരപ്പൂവിനെ ഒന്ന് പറിച്ച് ഇത്രമാത്രം ആ തുമ്പിയുടെ ശകല മാത്രമേ പുറത്തുള്ളൂ. അതിലെങ്ങനെ അങ്ങോട്ട് പിടിച്ചു. എല്ലാം മറന്നുണ്ട്. അപ്പോഴോ ഗജേന്ദ്രന്റെ ഉത്തമ സ്തോത്ര ജപം കേട്ട് രസിച്ച് അനന്തമെത്തയിൽ പള്ളിക്കൊള്ളുന്ന സർവാത്മായ ഭഗവാൻ ഇനി താമസിച്ചാൽ ഭക്തന് നാശം സംഭവിക്കുമെന്ന് അറിഞ്ഞ് ഉടനെ ഗരുഡന്റെ പുറത്ത് പുറപ്പെട്ടു. ലക്ഷ്മി ദേവിയോടും ഭൂമിദേവിയോടും സമേതനായിട്ട് സരസിന്റെ മുകളിൽ പ്രത്യക്ഷമായി. അപ്പോഴോ ഗജേന്ദ്രൻ വെള്ളത്തിൽ താണു പോകുന്നത് ആ കരുണാർണവൻ ദർശിക്കുകയുണ്ടായി. ആശ്രിത വത്സലനായ ഭഗവാൻ ഗരുഡന് വേഗത പോരെന്ന് കണ്ട് വാഹനത്തെ വിട്ട് അതിവേഗത്തില് ആനയുടെ അടുത്തെത്തി തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂവിനോടുകൂടി തുമ്പിയിൽ പിടിച്ച് സരസിൽ നിന്നും മേൽപോട്ട് കയറ്റി. ആനയുടെ കാലിൽ കടിച്ചു കിടക്കുന്ന മുതലയുടെ കഴുത്തി ചക്രം കൊണ്ട് വെട്ടിമുറിച്ച് ശാപമോക്ഷം കൊടുത്തു. ലൗകികാസക്തനായി കഴിഞ്ഞിരുന്ന തന്റെ ഭക്തൻ ദൈന്യഭാവം വന്ന് തന്നെ സ്മരിച്ച് സ്തുതിക്കാൻ കാരണം ഈ മുതലയാണ്. ആ സന്തോഷം കൊണ്ടാണ് മുതലയ്ക്ക് ആദ്യം മോക്ഷം കൊടുത്തത്. ദേവന്മാരെല്ലാം അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്ന സമയത്ത് ആ വൈകുണ്ഠവാസിയായ ആദിനാരായണൻ ആ ഗജേന്ദ്രനെയും അനുഗ്രഹിച്ചു. ആ സർവതാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു. ഇനി 4-ാമത്തെ അധ്യായത്തില് ഇവിടെ ഈ ആനയുടെയും അതുപോലെ ഈ മുതലയുടെയും പൂർവ്വ ചരിതം എന്ന് പറയുകയാണ്. ആരായിരുന്നു അവർ എന്നാ പറയാം. ദേവന മഹർഷിയുടെ ശാപത്താൽ കുഹു എന്നു പേരായ ഗന്ധർവൻ മുതലയായി തീർന്നിട്ട് സരസിനുള്ളില് കിടക്കുകയായിരുന്നു. ആ മുതലയ്ക്കാണ് ഇപ്പോൾ ഭഗവത് സ്പർശം കൊണ്ട് ശാപമോക്ഷം വന്ന് ആ ഗന്ധർവലോകത്തിലേക്ക് പോവുകയുണ്ടായി. പിന്നെ ഗജേന്ദ്രനും ഭഗവത് അനുഗ്രഹം കൊണ്ട് ശാപമോക്ഷം എന്ന് ഭഗവത് സാരൂപ്യത്തെ പ്രാപിച്ചു. പിന്നെ പറയാണ് പരീക്ഷത്തിനോട് ആര് ശുകബ്രഹ്മർഷി, അല്ലയോ മഹാരാജാവേ, ഈ ഗജേന്ദ്രൻ പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമ്നൻ എന്നു പേരായ പാണ്ഡ്യരാജാവായിരുന്നു. മഹാഭക്തനായ അദ്ദേഹം രാജ്യഭോഗാദി സർവ്വസുഖങ്ങളെയും ത്യജിച്ച് മലയപർവ്വതത്തിൽ എത്തി അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിട്ട് തപസ് ആരംഭിക്കുകയുണ്ടായി. ഒരിക്കൽ അഗസ്ത്യ മഹർഷി തന്റെ ശിഷ്യനെ കണ്ട് ആതിഥ്യം സ്വീകരിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ഇന്ദ്രദ്യുമ്നന്റെ ആശ്രമത്തിൽ ചെല്ലുകയുണ്ടായി. രാജാവ് ധ്യാനത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അതുകാരണം ഗുരുവായ മഹർഷി വന്നത് അദ്ദേഹം അറിഞ്ഞില്ല. തന്റെ ശിഷ്യൻ തന്നെ കൽപ്പിച്ചുകൂട്ടി അപമാനിക്കുകയാണെന്ന് ആ അഗസ്ത്യൻ തെറ്റിദ്ധരിച്ച് നിരപരാധിയായ മഹാരാജാവിന് ഇപ്രകാരം ശപിച്ചു. അഭിമാനസ്തബ്ധനായ രാജൻ
അങ്ങ് ഒരാനയായി ഭവിക്കട്ടെ. അഗസ്ത്യ ശാപത്താൽ ആ ഭക്തോത്തമൻ ആനയായി തീരുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ നമ്മളും ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. സന്യാസി ദേഷ്യപ്പെടാമോ? സന്യാസി അത് ചെയ്യാമോ ഇത് ചെയ്യാമോ? സകല വിധി നിഷേധങ്ങൾക്കും ധർമാധർമ്മങ്ങൾക്കും അതീതമായിരിക്കുന്ന സനാതനധർമ്മത്തിന്റെ ഒരു പൈതൃകമാണ് വാസ്തവത്തിലെ സന്യാസ സംസ്കാരം. എങ്കിലും സമൂഹത്തിൽ ധർമ്മം പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോൾ അവൈദിക ധർമ്മ സംസ്കാരത്തിൽ പറഞ്ഞ ഷോഡശ സംസ്കാരങ്ങളിൽ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ധർമ്മത്തെ പ്രചരിപ്പിക്കുകയാണ് വാസ്തവത്തിലെ ഒരു യഥാർത്ഥ സന്യാസി ചെയ്യുക. അങ്ങനെയാണെങ്കിലും ചിലപ്പോ ആ സന്യാസിയും ഏതെങ്കിലും സാഹചര്യത്തിൽ ചിലപ്പോ ധാർമ്മിക രോഷം പ്രകടമാക്കി എന്ന് വരാം. ഇത് സന്യാസി ഇങ്ങനെ പറയാമോ അങ്ങനെ ചെയ്യാമോ എന്നൊന്നല്ല. ഇവിടെ ആരും ഇങ്ങനെ വ്യാസർ പറഞ്ഞ ഈ കഥയെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അഗസ്ത്യർക്ക് കോപം വരാമോ? ശിഷ്യനല്ലേ, അതും ആശ്രമത്തിലല്ലേ, അങ്ങനെയുള്ള ഒരാളെ ശപിക്കാമോ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ആരും ചോദ്യം ചെയ്യുക ഉണ്ടായില്ല. അപ്പോ ഇവിടെ ഗജേന്ദ്രൻ ഇപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, ധാർമ്മിക രോഷമായാലും ഏത് തരത്തിലുള്ള രോഷമായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ക്ഷോഭിക്കുവാൻ ഇടയായിട്ട് തരും. അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ, അതാകാമോ ഇതാകാമോ എന്ന്. എന്തായാലും ഇതൊരു സന്ദർഭോചിതമായിട്ട് ഇങ്ങനെയൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെയുള്ള അഗസ്ത്യന്റെ ശാപം കൊണ്ടാണ് ആ അഗസ്ത്യരുടെ ശിഷ്യൻ തന്നെ ഇപ്പൊ ഇവിടെ നമ്മുടെ ഈ ത്രികൂടപർവ്വതത്തില് ഇവിടെ ഒരാനയായിട്ട് ജനിച്ച് ജീവിക്കേണ്ടതായിട്ട് വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇപ്പൊ ഭഗവത് ഭജനത്തിന്റെ മഹാത്മ്യത്താൽ മോക്ഷം പ്രാപിക്കുകയും ചെയ്തതായിട്ടും നമുക്കിപ്പോ ഇവിടെ അറിയുവാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോ ഇത്രയും ഗജേന്ദ്രന്റെ പൂർവ്വചരിത്രം പറഞ്ഞ ശേഷം പ്രകൃതഭാഗ്യം തുടർന്ന് പറയുകയാണ്. പിന്നെ ഗജേന്ദ്രനെ മുതലയിൽ നിന്നും മോചിപ്പിച്ച ശേഷം ഭഗവാൻ അദ്ദേഹത്തിന് സാരൂപ്യം കൊടുത്തു. കാരണം സാരൂപ്യം, സാലോക്യം, അതുപോലെ തന്നെ സാമീപ്യം, സായുജ്യം, ഇങ്ങനെയാണ് ഭഗവാന്റെ ആ 4 മോക്ഷത്തിന്റെ നിലകളെ കുറിച്ച് പറയുന്നത്. ഇവിടെ സാരൂപ്യം തന്നെ എന്ന് വെച്ചാൽ ഭഗവാന്റെ തന്നെ രൂപത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥയെയാണ് സാരൂപ്യം എന്ന് പറയുന്നത്. അങ്ങനെ പാർഷദനായിട്ട് ശോഭിക്കുന്ന അദ്ദേഹത്തോടു കൂടിയിട്ട് പിന്നീട് ആദിനാരായണൻ ഭഗവാൻ വൈകുണ്ഠ ലോകത്തിലേക്ക് പോവുകയും ചെയ്തു. സിദ്ധ ഗന്ധർവന്മാര് പുഷ്പവൃഷ്ടി ചെയ്ത് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ ഗജേന്ദ്രനായിരുന്നു തന്റെ ഭക്തനോട് ഇങ്ങനെ പറഞ്ഞു: ഈ ഗജേന്ദ്ര മോക്ഷം സ്മരിക്കുന്ന എല്ലാവർക്കും ഞാൻ മോക്ഷം കൊടുക്കുന്നതാണ്. എല്ലാം സ്മരിക്കുവാൻ സാധിച്ചില്ലെങ്കിലും അങ്ങയെയോ എന്നെയോ ഈ സരസോ ഇതിനെ സംബന്ധിക്കുന്ന ഏതിനെയെങ്കിലുമോ സ്മരിച്ചാൽ മതി, അവർക്ക് ഞാൻ മോക്ഷം കൊടുക്കുന്നതാണ് എന്ന് ഈ ഗജേന്ദ്ര മോക്ഷം കഥയുടെ ഫലശ്രുതിയും പറയുകയാണ്. ഈ പ്രഭാതത്തിൽ ഗജേന്ദ്രമോക്ഷം സ്മരിക്കുന്നത് സർവമംഗളമായിട്ടുള്ളതാണ് എന്ന് ഗജേന്ദ്രമോക്ഷത്തിന്റെ ഫലശ്രുതിയും പറഞ്ഞിട്ട് ആ കഥ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഗജേന്ദ്രമോക്ഷത്തിന്റെ കഥയുടെ ഒരു സംക്ഷിപ്ത രൂപം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ശ്രവിക്കുവാനായിട്ട് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഈ 8ാമത്തെ സ്കന്ധത്തിലെ വിഷയം എന്താണെന്നാണ് ആദ്യം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നത്. 8ാമത്തെ സ്കന്ധത്തിലെ വിഷയം എന്താണെന്ന് ഭാഗവതത്തിലെ വിഷയം എന്ന സന്ദർഭത്തിൽ നമ്മളിവിടെ 1ാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളിൽ തന്നെ അവതരിപ്പിക്കേണ്ടായിട്ടുണ്ട്. സദ്ധർമ്മം എന്നുള്ളതാണ്. മന്വന്തരാണി എന്ന് പറഞ്ഞാൽ മന്വന്തരാണി സദ്ധർമ്മം എന്നാണ്. അപ്പൊ ഇവിടെ ഓരോ മനുവിന്റെ കാലത്ത് നടന്ന സദ്ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഒരു മന്വന്തരക്കാലം എന്ന് പറയുന്നത് 71 ചില്വാനം ചതുർയുഗമാണ്. അത് നമ്മുടെ 3ാമത്തെ സ്കന്ധത്തിൽ നിന്നും നമ്മുടെ കാലഗണനയെ കുറിച്ച് വിശദീകരിക്കേണ്ടായിട്ടുണ്ട്. ഇവിടെ ബ്രഹ്മദേവന്റെ പകല് 1000 ചതുർയുഗമാണ്. അപ്പൊ അവിടെ എന്താണ്, 6 ഉദ്യോഗസ്ഥരാണ് ഒരു മനുവിന്റെ കാലത്ത് വരുന്നത്. എന്ന് വെച്ചാൽ മനുപുത്രന്മാര്,
സപ്തർഷികള്, ദേവേന്ദ്രൻ, ദേവന്മാര്, അവതാരങ്ങൾ, ഇങ്ങനെ 6 ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പൊ നമ്മള് എന്താണ് ഭരണം പല പല തട്ടുകളായിട്ട് നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ സംസ്ഥാനം, അതുപോലെ ജില്ല, താലൂക്ക്, മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഭജിച്ച് അതിൻ്റെതായിരിക്കുന്ന ഭരണത്തെ വ്യവസ്ഥ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ ഭരണത്തിനും അതിന്റെ ശരിയായിരിക്കുന്ന മുന്നോട്ട് പോകുവാൻ ആവശ്യമായിരിക്കുന്ന നിയമം പ്രാവർത്തികമാക്കുവാനും എന്താണ് 6 ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് നമ്മുടെ ഋഷി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അവരാണ് മനു. ഇപ്പൊ ഇത് വൈവസ്വത മനുവിന്റെ കാലഘട്ടമാണ് നമ്മളിപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലം. എന്ന് വെച്ചാൽ പഴയ മഹാബലി നമ്മൾ ചവിട്ടി താറ്റി എന്നൊക്കെ പറയില്ല, ആ കഥയൊക്കെ നമുക്ക് 8ാമത്തെ സ്കന്ധത്തില് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ മഹാബലിയാണ് ഇപ്പൊ, ആ മഹാബലിയുടെ വൈവസ്വത മനു എന്ന പേരിൽ ആവിർഭവിച്ച ആ മഹാബലിയുടെ വൈവസ്വത മനുവിന്റെ കാലഘട്ടമാണ് ഇപ്പോൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിന്നെ മനുപുത്രന്മാര്, സപ്തർഷികള്, ദേവേന്ദ്രന്, അതുപോലെ ദേവന്മാര്, അവതാരങ്ങൾ, അങ്ങനെ 6 ഉദ്യോഗസ്ഥന്മാര് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഗജേന്ദ്ര മോക്ഷം കഥ 4ാമത്തെ മന്വന്തരത്തില്, എന്ന് വെച്ചാൽ താമസ മന്വന്തരത്തില് നടന്ന കഥയാണ്. അപ്പോ ഇവിടുത്തെ സത്കർമ്മം എന്താണ്? ഹരിസ്മരണം എന്ന് വെച്ചാൽ ഭഗവാനെ സ്മരിക്കലാകുന്ന സദ്ധർമ്മമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ആപതിക്കും കരണീയം. ആപത്തിൽ അതായത് നമുക്ക് വാസ്തവത്തില് ആർക്കായാലും ഏത് കാലത്തും രക്ഷയ്ക്കായിട്ടുള്ളത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അച്ഛനമ്മമാരോ, അതുപോലെ മക്കളോ, അതുപോലെ ഭാര്യ, സുഹൃത്തുക്കളോ, അതുപോലെ തന്നെയുള്ള ഒരു ബന്ധവും നമുക്ക് ഗജേന്ദ്രന്റെ കഥയിൽ നിന്ന് നമ്മളത് കണ്ടതാണ്. ഗജേന്ദ്രനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ നേതാവായിരുന്നു ഗജേന്ദ്രൻ. പക്ഷെ ആപത്തിലകപ്പെട്ടപ്പോഴോ സ്വയം രക്ഷപ്പെടാൻ സാധിച്ചില്ല. അപ്പൊ സുഹൃത്തുക്കളെ രക്ഷപ്പെടാൻ ശ്രമിച്ചു, അവർക്കും സാധിച്ചില്ല എന്ന് കണ്ടപ്പോ അവര് ഇനിയിപ്പോ സുഹൃത്തിനെ രക്ഷിക്കാൻ നിന്നിട്ട് ഞങ്ങളുകൂടി കഷ്ടപ്പെടാൻ ഇടയാകണ്ടെന്ന് വിചാരിച്ചിട്ട് സുഹൃത്തിനെ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കുന്ന രംഗം നമുക്കിവിടെ കാണാൻ സാധിച്ചു. അപ്പൊ ഇവിടെ ആപത്തിലും സമ്പത്തിലും വിപത്തിലും ഒക്കെ നമുക്ക് എപ്പോഴും സ്മരിക്കുവാനുള്ളത് ആ ഈശ്വരന്റെ, സർവേശ്വരന്റെ സ്മൃതി ആണ്. അപ്പൊ ഇവിടെ ഹരി സ്മരണം എന്നുള്ള സത്കർമ്മമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഹരി, ഇപ്പോ ഇവിടെ നമ്മൾ ഈ ഭാഗവതവും സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഓരോ അധ്യായം വായിക്കുമ്പോഴും അതിന്റെ അവസാനം നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുക. അപ്പൊ ഇവിടെ ഈ ഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പാപവാസനകളെ ഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഹരി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നല്ല സദ്ധർമ്മം എന്ന് പറയുന്ന വാസ്തവത്തിൽ എന്താണ്? അത് ഈശ്വര സ്മരണയാണ്. അപ്പൊ ഈശ്വരനെ ഓർക്കുവാൻ കഴിയുന്ന ധർമ്മം ഉപദേശിക്കലാണ് ഒരു ഗുരു, അല്ലെങ്കിൽ ഒരു സന്യാസി, അല്ലെങ്കിൽ ഒരു അച്ഛൻ, അല്ലെങ്കിൽ ഒരു അമ്മ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സുഹൃത്തെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളോട് വ്യക്തമാക്കി കൊടുക്കേണ്ടത് ഈശ്വര സ്മരണ. അപ്പോ അത് എപ്പോഴാണ്? എപ്പോഴെങ്കിലും ആണോ? അല്ല, സദാപിയുള്ള സ്മരണ. പിന്നെ കഥയ്ക്ക് ശേഷമുള്ള ഗജേന്ദ്ര കഥ ഇവിടെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കഥയ്ക്ക് ശേഷം ഗജേന്ദ്ര സ്തുതി വരുന്നുണ്ട്. അവിടെ 1000 കൊല്ലം മുതലയുമായുള്ള പിടിയില് തനിക്ക് തന്നെ രക്ഷിക്കുവാനാവില്ല എന്ന പാഠം അതാണ്. അപ്പൊ നമ്മളിപ്പോ വിചാരിക്കുന്ന എന്താണ്? നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റൂ എന്നാണ്. എന്നാ ഇവിടെ ഈ ഗജേന്ദ്രൻ എന്താണ്? എന്നെ രക്ഷിക്കാൻ, തന്നെ രക്ഷിക്കാൻ തനിക്ക് സാധ്യമല്ല എന്ന് ദൃഢമായി ബോധ്യപ്പെട്ടു. അപ്പൊ തനിക്ക് തന്നെ രക്ഷിക്കാനാവില്ല എന്ന പാഠം. അപ്പൊ ഈശ്വരസ്മരണ വന്നപ്പോഴോ രക്ഷിക്കപ്പെട്ടു. അപ്പോ രക്ഷ പൂർണ്ണമാകുന്നത് മോക്ഷാവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ അജ്ഞാനം പോകലാണ് മോക്ഷാവസ്ഥ. അതാണ് ആത്മസ്മൃതി. ആത്മവിസ്മൃതിയാണ് അജ്ഞാനം. അപ്പൊ ഇവിടെ ശരീരം ഞാനാണെന്ന് കരുതുമ്പോൾ ശരീര സുഖമാണ് തന്റേതെന്ന് ധരിക്കും. ഇതാണ് ആത്മവിസ്മൃതി. ഇതാണ് നമുക്ക് ഈശ്വരനെ മറക്കുവാനും, അതുപോലെ മാതാപിതാ, ഗുരു, സുഹൃത്ത്, ജനങ്ങളെയൊക്കെ നമ്മൾ അവഗണിക്കുവാനുള്ള കാരണം ഈ ആത്മവിസ്മൃതി കാരണമാണ്. പിന്നെ ഇവിടെ ആ ഗജേന്ദ്രന്റെ സ്തുതിയിൽ ഒന്നാമതായിട്ട് ഭഗവാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം വ്യക്തമാക്കുന്നത്. ഇത് തന്റെ സ്വരൂപ ചൈതന്യം കൊണ്ടാണ് ഈ ലോകത്തിലെ സകലതിനെയും ചൈതന്യമുള്ളതാക്കി വെച്ചിരിക്കുന്നതെന്ന്
നമുക്കവിടെ കാണുവാൻ സാധിച്ചു. പിന്നെ ഗജേന്ദ്ര സ്തുതി വാസ്തവത്തില് നമ്മെപ്പോലെ ഇങ്ങനെ വാചികമായിട്ടല്ലായിരുന്നു, മാനസികമായിരുന്നു, മാനവികം. കാരണം വാക്കുകൾ പുറത്തേക്ക് വിടുവാനുള്ള ശക്തി പോലും ഗജേന്ദ്രനെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല. അപ്പോ ഇവിടെ ശരണാഗതി പരിപൂർണമായിട്ട് വരുമ്പോഴാണ് ഞാനല്ല പ്രവർത്തിക്കുന്നത്, പിന്നെയോ എന്നിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നുള്ള അവബോധമാണ് നമുക്കുണ്ടാവുക, അവേർനെസ്. ഇപ്പൊ ശുദ്ധബോധം അല്ലെങ്കിൽ നിജബോധം എന്നൊക്കെ പറയുമ്പോ എന്നിലൂടെ ആരാണ് പ്രവർത്തിക്കുന്നത്? എന്നിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നുള്ള അവബോധമാണ് നമുക്കുണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ സ്തുതിയുടെ താല്പര്യം, അങ്ങ് തന്നെയാണ് പരമകാരണം, ജഗദാകാരവും അതീതവും എല്ലാം ഈശ്വരൻ മാത്രം. അല്ലേ? ഇപ്പൊ സ്വർണമാണ് ആഭരണമായിട്ട്, ഇപ്പൊ നമ്മുടെ മാലയായിട്ടും അതുപോലെ എന്താണ് ഈ മോതിരമായിട്ടും അതുപോലെ തന്നെ മൂക്കുത്തിയായിട്ടും കമ്മലായിട്ടും ഒക്കെ, കമ്മലായിട്ടും ഒക്കെ ശോഭിക്കുന്ന എന്താണ്? സ്വർണമാണ്. പക്ഷെ നമ്മൾ സ്വർണത്തെ കാണാതെ മാലയായിട്ടും മോതിരമായിട്ടൊക്കെ വേർതിരിച്ച് കാണുകയാണ്. എന്നതുപോലെ ആ സർവേശ്വര ചൈതന്യം തന്നെയാണ് സത്യത്തിൽ ഇവിടെ അച്ഛനായിട്ടും അമ്മയായിട്ടും മക്കളായിട്ടും ഭാര്യയായിട്ടും സുഹൃത്തുക്കളായിട്ടും ശത്രുവായിട്ടും അതുപോലെ സകല ദൃശ്യ അദൃശ്യ പ്രപഞ്ച വസ്തുക്കളൊക്കെ ആയിട്ട് പ്രകാശിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ് എന്ന് ആ സ്തുതിയിൽ രണ്ടാമതായിട്ട് ബോധിപ്പിക്കുകയാണ്. മൂന്നാമത് എന്താണ്? സർവസാക്ഷിയായിരിക്കുന്ന ഭഗവാനെ അടിയനെ രക്ഷിക്കണം. അതല്ലേ നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥനയില് നമ്മൾ പറയുന്ന എന്താണ്? ഭഗവാനെ എന്നെ രക്ഷിക്കണം എന്നാണ്. അതാണ് നമുക്കിവിടെ പ്രാർത്ഥിക്കുക. അതല്ലേ ഇപ്പൊ ഇവിടെ നമ്മളിവിടെ നമ്മുടെ ത്രിപുരാശക്തി പൂജയിൽ ഏറ്റവും അതിന്റെ ഒരു പ്രാർത്ഥനയിൽ പറയുന്നത് എന്താണ്? ഓം ശ്രീം. അതായത് അതിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? നമ്മൾ പ്രാർത്ഥനയായിട്ട് പറയുന്നത് അത് മറന്നുപോയി, ആരും ഓർക്കുന്നില്ല. നമ്മൾ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഓ ത്രിപുരാം ഹരായ ത്രിപുരാം ഹരായ ത്രിപുരാം ഹരായ പാഹി മാം ഹരി ഓം രമായാം ഹരി ഓം രമായാം ഹരി ഓം രമായാം രക്ഷമാം. ഈശ്വരനോട് നമ്മൾ ഇത്രയും പറയുന്നുണ്ട്, പാഹിമാം രക്ഷമാം, എന്നെ പാലിച്ചാലും രക്ഷിച്ചാലും. അതാണ്. അപ്പോ ഇവിടെ പാഹിമാം രക്ഷമാം. ഇനി നാലാമതായിട്ട് ആ ശ്ലോകത്തിൽ നിന്നും സ്തുതിയിൽ നിന്നും അവിടുന്ന് നിർഗുണനും നിരാകാരനുമാകുന്നു എന്നറിയിപ്പിക്കുകയാണ്. കാരണം സഗുണ സാകാരനായിട്ട് ലോകസംഗ്രഹത്തിന് വേണ്ടിയാടുന്നു. അതാണ് നമ്മുടെ ശ്രീകൃഷ്ണ രൂപം, അതുപോലെ ശ്രീ ലളിത. ഇന്നിപ്പോ നമ്മെ സംബന്ധിച്ച് അത് ഗുരുജനങ്ങളാണ്. ഗുരുജനങ്ങളിലൂടെയാണ് നമ്മെ ഈശ്വരൻ അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിലയിരുത്തൽ, അന്തിമമായിരിക്കുന്ന തീരുമാനം. അപ്പോ ഇവിടെ പിന്നെ പറയുന്നു, അങ്ങയുടെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ മോക്ഷത്തെ പോലും കാക്ഷിക്കുന്നില്ല, ഈശ്വര ഭക്തന്മാര്. പിന്നെയോ നാമങ്ങളെ കൊണ്ട് നിമഗ്നമായ ജീവിതമാണ് അവരുടെ. അതല്ലേ അവര് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹരി ഓം രമായാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ നാമമന്ത്രങ്ങൾ അങ്ങനെയൊക്കെ ജപിച്ച് ആ നാമസ്മരണയിൽ അവർ മുന്നോട്ട് പോകും. പിന്നെ എന്താണ്? ഭക്തദാസനായ ഭഗവാനെ അവിടുന്ന് ദാസാനുദാസനായ ആണെന്നാ പറയുന്നത്. ഗജേന്ദ്രൻ പറയുന്ന ഭഗവാനെ അവിടുന്ന് എന്താണ്? ഭക്തനുദാസനാണ്, ഞാനോ ദാസനുദാസനാണ് എന്നാ പറയുന്നത്. അങ്ങനെയുള്ള അടിയനെ അവിടുന്ന് രക്ഷിക്കണം. ഇതായിരുന്നു ആ സ്തുതി. എന്നിട്ട് ഏറ്റവും അവസാനം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. എന്താണ് ഗുരു എന്ന് പറഞ്ഞാൽ? സർവ്വതിനും വലുതായത്. സർവ്വതിനും വലുതെന്താണ്? നാരായണൻ, ആ ഈശ്വരൻ, സർവവ്യാപ്തമായ ചൈതന്യം. അപ്പൊ അങ്ങനെ സ്തുതി കേട്ടു. ഭഗവാൻ ഗരുഡാരൂഢനായി, ഭൂമിദേവി സ്ഥിരശക്തി, ലക്ഷ്മി ദേവി ചലനശക്തിയുമാണ്. അങ്ങനെയുള്ള അവരോട് കൂടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷമായത്. അങ്ങനെ സാരൂപ്യമുക്തി കൊടുത്തിട്ട് അനുഗ്രഹിക്കുകയുണ്ടായി. ഇനി ഈ ത്രികൂട പർവ്വതം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിഗുണമാണ്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് ജന്മജന്മാന്തരത്താൽ രൂഢമൂലമായതാണ്. സത്വഗുണം രക്ഷിക്കും, രജോ ഗുണം ദുഃഖിപ്പിക്കും,
തമോ ഗുണം നശിപ്പിക്കും. അപ്പൊ നമ്മിൽ ഏത് ഗുണമാണെന്നുള്ളത് നമ്മൾ അപഗ്രഥനം ചെയ്ത് അറിയണം. രക്ഷിക്കുന്ന ഗുണമാണോ, ദുഃഖിപ്പിക്കുന്ന ഗുണമാണോ, അതോ കൊല്ലിക്കുന്ന ഗുണമാണോ എന്ന്. അപ്പൊ ഇവിടെ ഈ 3 ഗുണങ്ങളാണ് ത്രികൂട പർവ്വതം എന്നുകൊണ്ട്. പിന്നെ താഴ്വാര പ്രദേശം എന്ന് പറഞ്ഞാൽ ജീവനാണ്. നമ്മളിപ്പോ ഇവിടെ സന്യാസിയായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും മക്കളായിട്ടും മന്ത്രിയായിട്ടും അതുപോലെ തന്ത്രിയായിട്ടും ഒക്കെ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള ജീവനാണ് ഇവിടെ ഈ താഴ്വര പ്രദേശം എന്ന് പറയുന്നത്. അന്ന് വിഷമാവസ്ഥയിൽ ത്രിഗുണങ്ങളിൽ ഒന്ന് വലുതാകും. ഇപ്പോ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് ഈ ഗുണം സമമായിട്ടിരുന്നാൽ പ്രശ്നമില്ല. പക്ഷേ ഈ ഗുണത്തിൽ ഒന്ന് അങ്ങോട്ട് വികസിക്കും. ഒന്നുകിൽ സത്വഗുണം, അപ്പൊ എല്ലാവരും രക്ഷിക്കുന്ന ആളായിട്ട് നമ്മൾ മാറും. രജോ ഗുണം, അപ്പൊ എല്ലാവരും ദുഃഖിപ്പിക്കുന്ന ആളായിട്ട് മാറും. തമോ ഗുണം, അപ്പൊ എല്ലാവരെയും കൊല്ലിപ്പിക്കുന്ന, അതായത് നശിപ്പിക്കുന്ന, കലഹിപ്പിക്കുന്ന, പരസ്പരം അടിപ്പിച്ച് പിരിപ്പിക്കുന്ന ആളായിട്ട് മാറും. അപ്പൊ ഇതിൽ ഏത് ഗുണമാണ് നമ്മളിൽ മുന്നിട്ട് നിൽക്കുന്നുള്ളത് നമ്മളൊന്ന് വിചാരം ചെയ്തറിയാൻ ഈ കഥയെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. പിന്നെ ഇവിടെ തമോ ഗുണം വളർന്നപ്പോഴാണ് ആത്മവിസ്മൃതി. അതാണ് ഇവിടെ ആനയുടെ രൂപം, ആനയായിട്ട് വന്നത്. പിന്നെ എന്താണ്, മുതല ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവനാണ് വിഷയങ്ങള്. അങ്ങനെ പിടിച്ച പാണ്ഡ്യരാജൻ ഇന്ദ്രദ്യുമ്നൻ ആ ഗുരുവെ നിന്ദിച്ചതുകൊണ്ട് ആനയായി. അപ്പൊ മഹൻ നിന്ദയാണ്, തമോ ഗുണത്തിൽ നിന്നാണ് മഹൻ നിന്ദ. ഗുരുക്കന്മാരെ, ഗുരുജനങ്ങളെ, അച്ഛനമ്മമാരെ, അതുപോലെ നമ്മുടെ മിത്രങ്ങളെ, നമ്മുടെ ബന്ധുക്കളെയൊക്കെ നമ്മൾ നിന്ദിക്കുന്നതിന് കാരണം എന്താണ്? തമോ ഗുണമാണ്. അത് നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റൂ. എന്തായാലും ഹൂഹു ഗന്ധർവൻ ദേവല ശാപത്താൽ മുതലയുമായി. അപ്പൊ സംസാരമോചനത്തിനും ഈശ്വരാനുഗ്രഹം വേണം. അതിനെ ഭഗവാനിൽ സമ്പൂർണ്ണ ശരണാഗതി ഇവിടെ നമ്മുടെ ഗജേന്ദ്രൻ നേടി. അപ്പോഴോ ഗുണങ്ങൾ ഈശ്വര ശക്തിയാണ്, അതിനാൽ നമുക്ക് വിടാൻ പറ്റില്ല. അതിനാണ് ഈശ്വരാശ്രയം. അപ്പോ ഇവിടെ ഈ കഥയിൽ നിന്നും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ബോധിക്കേണ്ടത് എന്താണ്? എനിക്കെന്നെ രക്ഷിക്കുവാൻ സാധ്യമല്ല. ഇതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ അറിവ്. എന്താണ് ഏറ്റവും വലിയ അറിവ്? എനിക്ക് എന്നെ രക്ഷിക്കുവാൻ സാധ്യമല്ല. അപ്പോഴാണ് നമ്മൾ സമ്പൂർണമായിട്ട് ഗുരുവിനെയും ശാസ്ത്രത്തെയും ആത്മാവിനെയും ബ്രഹ്മത്തെയൊക്കെ ആശ്രയിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഹരി സ്മരണം എന്നുള്ള സദ്ധർമ്മം, ആ സത്കർമ്മത്തിന്റെ താല്പര്യത്തെ നമ്മളിപ്പോ ഏകദേശം സംക്ഷിപ്തമായിട്ട് ഈ ഭാഗവത ധ്യാനം വഴി വിശദീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വീണ്ടും നമുക്ക് അമൃതമഥനം എന്ന കഥാഭാഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ടുള്ളത്. നമുക്ക് ആയതിനു വേണ്ടി പരിശ്രമിക്കാം. അപ്പൊ ഇപ്പോൾ ഈ നിമിഷം നമ്മളിവിടെ അറിയേണ്ടത്, നമുക്ക് നമ്മെയും മറ്റുള്ളവരെയും ആരെയും രക്ഷിക്കുവാൻ സാധ്യമാകണമെങ്കിൽ നമ്മൾ ആ ഈശ്വരീയമായ ശക്തിയുടെ പരിപൂർണ നിയന്ത്രണത്തിൽ വരണം. അതിനുവേണ്ടി നമുക്ക് ആ ഈശ്വരീയമായ ശക്തിയുടെ ഏതെങ്കിലും ഒരു നാമത്തെ ജപിച്ചും രൂപത്തെ ധ്യാനിച്ചും നമ്മുടെ കർമ്മങ്ങളെയൊക്കെ ഈശ്വര പൂജയായിട്ട് ആചരിച്ചു പോകുവാനുള്ള ഒരു വിവേകം, ഒരു പക്വത നേടിയെടുക്കാം. അങ്ങനെ നമ്മൾ സംസ്കാരത്തോടുകൂടി മുന്നോട്ട് പോവുക എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുക. ഇനി എന്താണ് അമൃതമഥനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചിന്തിക്കാം.